വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊന്നും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂരപ്പും കൂടും കൂടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാടി പൊന്തത്ത പെണ്ണും കൂടെ ഒരു പൂവാലൻ പൂവൻ താറാവും കൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ടപ്പാട്ടും പട്ടാഭിഷേകം 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 ഭൂതകാലവും ഭൂസ്വത്തായി തീരാം വർത്തമാനം സ്വയം പല്ലക്കേറാം ഭാവികാലമാം അമ്പാരിത്തേരേറാൻ ആരടിയിലേറെയാൻ ഏറ്റെടുത്തിടും എന്നാലും കണ്ണെത്താ ദൂരം മുന്നോട്ടോടിയിടും പിന്നെടുക്കും ആശാവാശക്കൂട്ടിനകത്താക്കും ധിത്തയ്യം താതെയ്യം തെയ്തേ തെയ്യം താരോ ധിമിതിമിതിത്തേ ധിമിതിമിതിത്തേ തെയ്യം താരോ ജന്മാജന്മക്കിടങ്ങിനുള്ളിൽ പാരാവാരച്ചടങ്ങിനുള്ളിൽ ജനിച്ചതെന്തെന്നറിഞ്ഞിടാത്തോരെ ആനന്ദിപ്പിൻ ആനത്തോളിൻ മേലേറിൻ ആർപ്പുവിളിച്ചാഘോഷിപ്പിൻ പൂരക്കാലം ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമാരപ്പൊന്നും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂരാപ്പും പട്ടാഭിഷേകം പട്ടാഭിഷേകം അഭിനവ പട്ടാഭിഷേകം അഭിനയ പട്ടാഭിഷേകം അംഗസേവകൻ അംഗച്ചെങ്കോലെന്തും തമ്പുരാൻ കാവലിൻ പാറാവാകും രാജശാസനം തെമ്മാടിക്കൂത്താടും രാപ്പകൽ നൊമ്പരം റോന്തു പോകും ഈ ലോകം മായാ സങ്കേതം ഊരാളും മോരേ തമ്മിലടിക്കും സ്വന്തം ബന്ധം വൈകൃത വേതാളം ധിത്തയ്യം താതെയ്യം തെയ്തേ തെയ്യം താരോ ധിമിതിമിതിത്തേ ധിമിതിമിതിത്തേ തെയ്യം താരോ കണ്ണില്ലെങ്കിൽ കറുപ്പ് പോലും കാണാനാവില്ലറിഞ്ഞിടേണം പിറന്ന പാപം ചുമന്നിടുന്നോരെ പാനയ്ക്കുള്ളിൽ ഉന്മാദത്തിൻ ചൂടേറ്റും നീരുറയും കണ്ണിനുള്ളിൽ കാലം പൂക്കും ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമാരപ്പൊന്നും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂരാപ്പും പട്ടാഭിഷേകം പട്ടാഭിഷേകം അവസര പട്ടാഭിഷേകം അതിശയ പട്ടാഭിഷേകം അശ്വിൻ രാജാവേ എന്തോ തകർത്തല്ലോ. നന്ദിയുണ്ട്. അങ്ങേക്ക് കിരീടം വെച്ച് തരാനുള്ള അവസരം ലഭിച്ചതിൽ നാം സന്തുഷ്ടയാണ്. പെട്ടെന്ന് രാജാവായി. പെട്ടെന്ന് രാജാവായി. അങ്ങേക്കൊന്നും പറയാനില്ലേ അതില്? രാജാവ് ആജ്ഞ മാത്രമേ ഉള്ളൂ, സംസാരം കുറവാ. അതെയോ? സംസാരമില്ലാത്ത രാജാവോ? അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിക്കും, അത് മാത്രമേ ഉള്ളൂ. തീർന്നു. അങ്ങനെ സംസാരിക്കാതിരുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ രാജാവ് ഇച്ചിരി സംസാരം കുറവാ. അങ്ങേ ആരാ പിടിച്ച് രാജാവാക്കിയത്? ഈ ജനങ്ങളെ പറഞ്ഞാ മതി. അല്ല, വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, രാജാവ് പ്രവൃത്തിയിലല്ലേ കാണിക്കണ്ടേ. ആ, പക്ഷെ രാജാവ് സൂപ്പർ ആയിരുന്നു, അടിപൊളി. എന്തായിരുന്നു പെർഫോമൻസ്, ഡാൻസ്, എക്സ്പ്രഷൻ ഒക്കെ? അങ്ങനെ വന്നു. ഓക്കെ. ഏതോ ഒരു എക്സ്പ്രഷൻ അവൻ മിസ് ചെയ്തു. അവൻ ആദ്യം എന്റെ അടുത്ത് അതാ പറഞ്ഞേ. ഏതായിരുന്നു എക്സ്പ്രഷൻ?
ജഗതി ചേട്ടൻ ആ പൂവ് ഇങ്ങനെ വായി പോകുമ്പോഴേ ഇരുന്നിട്ടൊരു പക്ഷെ നന്നായിരുന്നു കേട്ടോ, എക്സ്പ്രഷൻ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തത്. ഓക്കെ, ചോദിക്കാം. ശരി ഷാനിക്ക. അശ്വിനെ സാർ. നന്നായിട്ട് പാടിയാണ്. താങ്ക് യു സർ. ആരൊക്കെയാണ് ഈ പാട്ടിന്റെ ആളുകൾ ഒന്ന് പറഞ്ഞു? മ്യൂസിക് ബേണി ഇഗ്നീഷ്യസ് സാർ കോംബോയില് ഉള്ള പാട്ടാണ്. ലിറിക്സ് ബിച്ചു തിരുമല സാറാണ്. കോംബോയോ? ബേണി ഇഗ്നീഷ്യസ് രാജാവിന് എന്തും ആവാലോ. അതെ അതെ. ലിറിക്സ് ബിച്ചു തിരുമല സാറാണ്. മൂവി പട്ടാഭിഷേകം, പാടിയത് ദാസ് സാറ്. ഓക്കെ അശ്വിനെ, എനിക്ക് തോന്നിയൊരു മെയിൻ കാര്യം ഞാൻ പറയാം. കുറച്ചൊരു പവർ കൊടുത്ത് പാടണം. അതായത് ശംഖും ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇപ്പം ഒരു നോർമൽ സോങ് പാടുന്ന പോലെ പാടിക്കഴിഞ്ഞാൽ ഈ പാട്ട് വർക്കായി എന്ന് വരില്ല. അത് ശംഖും ഡൻ ഡൻ ആ ഒരു എടുപ്പുണ്ടല്ലോ, ആ എടുപ്പും കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ പാട്ട് വർക്കാവുന്നത്. പാടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയണേ, പക്ഷെ കുറച്ചുകൂടെ ആവാമായിരുന്നു എന്നൊരു അഭിപ്രായം ഓക്കെ സർ. എനിക്ക്. പ്രഭോ, അനുപല്ലവി ഭൂതകാലവും അല്ലേ, അത് എന്തോ ഒരു ഇച്ചിരി ഒന്ന് ചരിഞ്ഞ പോലെ എനിക്ക് തോന്നി. പിന്നെ മെയിൻ സംഭവം ഭയങ്കര ഓട്ടമായിരുന്നു അശ്വനെ. എങ്ങനെയെങ്കിലും ഈ പാട്ട് പ്രഭോന് എവിടെയെങ്കിലും പോവാനുണ്ടായിരുന്നോ? എന്ത് പറ്റി പ്രഭു? ഇല്ല, അതങ്ങനെ ഓടിയതാ. എങ്ങോട്ട്? വെറുതെ ഓടാനോ? ഇതെന്താ ട്രെഡ്മില്ലോ? ഒരു യുദ്ധം കഴിഞ്ഞ അടുത്ത യുദ്ധക്കളത്തിലേക്ക് പോകാനുള്ള വല്ല ഛേദോവികാരം ഉണ്ടായിരുന്നോ? അങ്ങനെയോ ആവാമല്ലേ. പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ല രാജാവ്. ധാരണയൊന്നുമില്ല. ഏതെങ്കിലും പടത്തലവൻ പറയുന്നത് പോലെ അങ്ങോട്ടേക്ക് അങ്ങ് പോവാ അല്ലേ? ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അങ്ങയുടെ തന്നെയാണോ അതോ വാടകയ്ക്ക് എടുത്തതാണോ? വാടകയെ ആർട്ടിലോ സ്വർണത്തിനൊക്കെ എന്താ വില? 1 ലക്ഷമായി. അതാണ് മെയിനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഇത് എന്താണെന്നറിയാം അശ്വന, ഇത് ഭയങ്കര റിത്മിക്കായിട്ട് പോകുന്ന പാട്ട്. ഇപ്പൊ ഈവൻ ആ ഫസ്റ്റ് 2 ഫ്രേസ് പോലും ഡൺ 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 ഡൺ, അത് ഈവൻ അതുപോലും റിത്മിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ പണിവാളും. അപ്പം ബാക്കി എല്ലാ ഫ്രേസസും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലത്തെ പാട്ടുകൾ. വേറെ ഒന്നും പറയാനില്ല പ്രഭു. ഓക്കെ സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. രാജാവ് നല്ലതായിരുന്നു. എനിക്ക് നിന്റെ ഭരണം ഇഷ്ടപ്പെട്ടു. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത, ഒരു ബുദ്ധിയില്ലാത്ത രാജാവ്, ഒരു മണ്ടൻ അല്ലേ? അല്ല, അതല്ലേ നീ ഇവിടെ കാണിച്ചത് അല്ലേ? അങ്ങനെ സീരിയസ് ആയിട്ടുള്ള രാജാവിനെ കിഴങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ? അപ്പൊ ഇത് അവതരിപ്പിച്ചത് എനിക്ക് ഇഷ്ടമായി. പിന്നെ മോനെ, ഈ ഷാൻ പറഞ്ഞ ഒരു കാര്യം, നീ കുറച്ചും കൂടെ വോയിസിന് ഒരു പവർ കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിയാൽ മതി. കുറച്ചൊക്കെ വരും, അല്ല ഭീകരമായിട്ടുള്ള വരത്തില്ല, എങ്കിലും ഉള്ളത് നമുക്ക് വെച്ച് അലക്കാൻ പറ്റും കേട്ടോ. അത് ഈ കാര്യം എപ്പോഴും ഈ സിങ്കപ്പേഷൻ നമ്മളത് കൃത്യമായിട്ട് ആ ലയത്തിലുണ്ടാകുമ്പോൾ അതിനൊരു സുഖം കിട്ടും. ഇങ്ങനെയുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് ആകും. മറ്റേതിലൊക്കെ അത് തന്നെയാണെങ്കിലും അതിൽ കുറച്ച് വീണാലും കുഴപ്പമില്ല. ഇതിങ്ങനെ കട്ടക്ക് ചിന്തക്ക 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 അതിനകത്ത് നിൽക്കണം അത് കേട്ടോ. രാജാവ് നല്ലതായിരുന്നു. നീ പട്ടാഭിഷേകം എന്ന് പറയുമ്പോഴൊക്കെ ഇവരെ നോക്കിയ എന്തിനാണ്? ഇവര് രാത്രിയിലാണ് പട്ടാഭിഷേകം. അല്ല, എല്ലാ പട്ടാഭിഷേകത്തിനും ഇവര് നോക്കിക്കൊണ്ട് പാച്ചുവിനെ നോക്കിയിരിക്കുക. പാച്ചു പട്ടയൊന്നും അടിക്കുന്നില്ല. പാച്ചു എന്നൊക്കെ അതൊക്കെ രസിച്ചു ഞാൻ. ഈ ഭൂതകാലം മോനെ തുടങ്ങും ഒന്നാമത് അക്ഷരം ഘനാക്ഷരം അല്ലേ, ഭൂ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ ഗ്രിപ്പാവാം, പവറാവാം. പ്രത്യേകം ആഹാരം കഴിക്കുമോ? തോന്നോ രാജാവേ? താങ്കൾ ഭക്ഷണം കഴിക്കും? നന്നായിട്ട് കഴിക്കുമോ അതോ മീഡിയം? ഒരുപാട് വലിച്ചു വരി കഴിക്കില്ല, ആവശ്യത്തിന്. അല്ല, എല്ലാരും ആവശ്യത്തിനാണ് കഴിക്കുന്ന. അല്ല, എന്താ കഴിക്കുന്നത് ഇഷ്ടപ്പെട്ട് രാജാവ്? ഇഷ്ടപ്പെട്ടത് ചോറും കറിയും. രാജാവ് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഈ രാജാവ് നോണാണ്. സമൃദ്ധമായ സദ്യയാണ് അങ്ങയുടെ രാജകൊട്ടാരത്തിൽ നടക്കുന്നത്. അതെ അതെ. അപ്പൊ അത് കഴിച്ചോണം കേട്ടോ. നല്ല ആഹാരം കഴിക്കുക. നമുക്ക് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് വേണ്ട ഫുഡിന്. പ്രത്യേകിച്ച് ഈ ഒരു കാലത്തിൽ ഉള്ളെല്ലാം കൂടെ വലിച്ചു കയറി തിന്നിട്ട് ഒരു കാര്യമില്ല. ആവശ്യമുള്ളത് നല്ല ആഹാരം കഴിക്കുക. അപ്പൊ രാജാവെ, എനിക്ക് പെർഫോമൻസ് ഇഷ്ടമായി കേട്ടോ. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം, കുറച്ച് ഗ്രിപ്പ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ശരത് സർ. ചേച്ചി. അശ്വിനെ, മാം. തലയിൽ തൂവലുള്ള രാജാവേ, എന്തോ
അസലായിരുന്നു. താങ്ക് യു. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു പടമാണ്, വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമ്മുടെ ജഗതി ചേട്ടൻ എത്ര ഭംഗിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് വേണമെങ്കിലും, അത് കോമഡിയാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും അഭിനയിക്കുന്ന ഒരു വ്യക്തി. മനോഹരമായിട്ട് പെർഫോം ചെയ്തൊരു പാട്ടാണ് ശരിക്കും അദ്ദേഹം പാടിയ പോലെ ഉണ്ടായിരുന്നു ശരിക്കും. അത് നമ്മളത് ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അദ്ദേഹം പാടുന്നത് പോലെ തന്നെ ഇരിക്കും. അത്ര മനോഹരമായ ആക്ടിങ്. മോൻ ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ജഗതി ചേട്ടന്റെ കുറെ ആക്ഷൻസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. നന്നായിരുന്നു. ഇടയിൽ ആ കോമഡി ആയിട്ട് ഇങ്ങനെയൊക്കെ ഓടിപ്പോയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി നൈസ്. നല്ലൊരു കോമിക് പെർഫോമൻസ് തന്നെയായിരുന്നു. അതിൽ പാട്ടും നന്നായി പാടി. നന്നായി പാടി. ഇതില് പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു ത്രോ വരണമെങ്കിൽ അത് പ്രായം കൂടുന്തോറും, നമ്മൾ പ്രാക്ടീസ് കൂടുന്തോറും വരുന്നൊരു സംഭവമാണ് ആ ഒരു വോയിസ് ത്രോ. അത് ബിൽഡ് ചെയ്തെടുക്കുക. അതല്ലാതെ എക്സ്പ്രഷൻ വൈസും പാട്ടൊക്കെ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ എൻജോയ് ചെയ്തു ആ പെർഫോമൻസ് ശരിക്കും. കോറസ് ഓൾസോ നന്നായിരുന്നു കേട്ടോ. കോറസ് ഗംഭീരമായി, വളരെ ക്ലിയർ ആയിരുന്നു. നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പർ. എല്ലാവരും ശരിക്കും ഈ ഒരു പാട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് സടകുടഞ്ഞെണീക്കും. അത്രയ്ക്കൊരു പവറാണ് ഈ പാട്ടിന്. അത് രാജാവ് ഗംഭീരാക്കി. ഞാൻ അശ്വിനിൽ നിന്ന് ഇങ്ങനെ പെർഫോമൻസേ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ അശ്വിൻ ഭയങ്കര ഒരു ഷൈ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ, നോക്കുമ്പോ അശ്വിന് എന്താ അഭിനയ പട്ടാഭിഷേകം. സൂപ്പർ, ഫാന്റാസ്റ്റിക്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പെർഫോമൻസിൽ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടി. നമുക്ക് ഈ വോയിസിന്റെ മേലെ ഒന്ന് വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അതൊക്കെ ശരിയാക്കി എടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്ക് ചോദിക്കാം. ആഹാ, അമ്മോ, മാർക്ക് ഇടണം രാജാവിന്. അദ്ദേഹത്തിന്റെ മാർക്ക്. പ്രഭു സാർ പറയൂ. മാർക്ക് തരൂ സാർ. ഒരു രാജാവിനെ പോലെ ചോദിക്കൂ. മാർക്ക് പോരട്ടെ. നീ വെളിയിലേക്ക് നീ പോകട്ടെ. പ്രഭു, എന്തോ അങ്ങേക്ക് ഈ അടിയൻ തരുന്ന മാർക്ക് 8.7. സംതൃപ്തനാണോ? പ്രഭു സംതൃപ്തനാണോ അതോ എന്നെ കാരാഗ്രഹത്തിൽ സംതൃപ്തനാണ്. എന്നാ അടുത്ത ജഡ്ജിനോട് നമുക്ക് ചോദിക്കാം. ചോദിച്ചോളൂ. നല്ല മാർക്ക് തന്നില്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്നു. ചോദിച്ചോളൂ. എന്നോട് ചോദിക്കും. എന്നോട് സ്നേഹത്തോടെ ഒക്കെ ചോദിച്ചിട്ട് നിന്നെ പൊക്കിയെടുത്ത് ഇടിക്കൂടെ രാജാവിന്റെ ആ ഒരു ഇതിൽ അല്ല, രാജാവായിട്ട് ചോദിക്കേ. ഞാനൊരു പ്രജയാണ്. അവര് ട്രീറ്റ് ചെയ്താ മതി എന്നെ. മാർക്ക് തരൂ. പോടാ അവിടുന്ന്. കമോൺ രാജാവ്. ഒരു രാജാവിന്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു അവഹേളനം ഉണ്ടായിട്ടില്ല. അയ്യോ രാജാവേ, മോനെ രാജാവേ, എന്തോ 8.7 മാർക്ക്. താങ്ക് യു സാർ. ചേച്ചി രാജാവേ, എന്തോ എന്നാ രാജാവിന് നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ. മാന്ത്രിക കുടത്തിലിട്ടിരിക്കുന്നു. താങ്ക് യു. 17.4 മാർക്ക്. നന്ദിയുണ്ട്. ഓക്കെ രാജാവേ. അനുഗ്രഹിക്കേ.